നമസ്കാരം. സംസ്ഥാനത്ത് പരിഷ്കരിച്ച രീതിയിലുള്ള ഡ്രൈവിംഗ് ടെസ്റ്റ് മെയ് 1 മുതൽ നടത്താനിരിക്കുകയാണ്. അതിനിടയിലാണ് കേന്ദ്ര സർക്കാരും പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാൻ ആലോചിക്കുന്നത്. രണ്ടിടത്തും പറയുന്ന കാര്യങ്ങൾ വ്യത്യസ്തമാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് എന്നത് ഒരു കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന വിഷയമായതിനാൽ തന്നെ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രസക്തി. അതിനാൽ തന്നെ സംസ്ഥാനം വഴങ്ങേണ്ടി വരും. കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും പുതിയ നിർദ്ദേശങ്ങൾ അവലോകനം ചെയ്യാം. കേന്ദ്ര നിയമത്തിൽ ഒന്നാമതായിട്ട് പറയുന്ന കാര്യം തന്നെ ടെസ്റ്റ് നടത്താൻ ഇനി മുതൽ RTO വേണ്ട എന്നുള്ളതാണ്. പകരം ഡ്രൈവിംഗ് സ്കൂൾ സ്ഥാപനങ്ങളായിരിക്കും ടെസ്റ്റ് നടത്തുക. അതിനാൽ തന്നെ അക്രഡിറ്റേഷൻ ഉള്ള ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് മാത്രമേ ഇനി മുതൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അക്രഡിറ്റേഷൻ കൊടുക്കുന്ന ചുമതല മാത്രമേ ഇനി മുതൽ മോട്ടോർ വാഹന വകുപ്പിന് ഉണ്ടാവുകയുള്ളൂ. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്നതിന് സെൻസറുകളും ക്യാമറകളും പിടിപ്പിച്ച ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്കുകൾ നിർബന്ധമായും വേണം. കമ്പി കുത്തിയുള്ള H-ഉം 8-ഉം ഒന്നും ഉണ്ടാവുകയില്ല. പകരം ടെസ്റ്റ് ട്രാക്കിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന വഴിയിൽ കൂടി S ആകൃതിയിൽ റിവേഴ്സ് എടുക്കുക, പാരലൽ പാർക്കിംഗ്, ആംഗുലർ പാർക്കിംഗ്, ഗ്രേഡിയൻ്റ് ടെസ്റ്റ്, അതായത് കയറ്റമൊക്കെ വണ്ടി താഴോട്ടിറങ്ങാതെ എടുക്കേണ്ടി വരും, ഹെയർപിൻ ബെൻഡ് ആകൃതിയിലുള്ള വളവുകൾ, ജംഗ്ഷനുകൾ ഇവയെല്ലാം ഓട്ടോമേറ്റഡ് ടെസ്റ്റിംഗ് ട്രാക്കിൽ ഉണ്ടാവും. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോഴത്തെ 5 മിനിറ്റിൽ ടെസ്റ്റ് പാസ്സാവുന്ന പരിപാടി ഇനി നടക്കില്ല. ഡ്രൈവിങ്ങിൻ്റെ എല്ലാ മേഖലയിലും പ്രാഗൽഭ്യം തെളിയിക്കേണ്ടി വരും. അതിനാൽ തന്നെ ക്വാളിറ്റി മെച്ചപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു LMV ലൈസൻസ് എടുക്കാൻ 4 ആഴ്ചയാണ് കോഴ്സ് ദൈർഘ്യം, അഥവാ 29 മണിക്കൂർ. ഇതിൽ 21 മണിക്കൂറും പ്രാക്ടിക്കലായിരിക്കും, 8 മണിക്കൂർ തിയറി ആയിരിക്കും. 8 മണിക്കൂർ അടങ്ങുന്ന തിയറിയിൽ ട്രാഫിക് നിയമങ്ങളെക്കുറിച്ചും റോഡിൽ പാലിക്കേണ്ട അടിസ്ഥാന മര്യാദകളെക്കുറിച്ചുമുള്ള ക്ലാസുകൾ ഉണ്ടായിരിക്കും. ഇതുകൂടാതെ അത്യാവശ്യം വാഹനത്തിൻ്റെ മെക്കാനിസവും അടിയന്തര സാഹചര്യത്തിൽ ഉപയോഗിക്കേണ്ട ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റും അറിഞ്ഞിരിക്കേണ്ടതായി ഉണ്ട്. ഹെവി ലൈസൻസ് ആണെങ്കിൽ 6 ആഴ്ചയാണ് കാലാവധി, 39 മണിക്കൂറാണ് മൊത്തം ദൈർഘ്യം. ഇതിൽ 31 മണിക്കൂർ പ്രാക്ടിക്കലും 8 മണിക്കൂർ തിയറിയും. ലേണേഴ്സ് എടുത്ത ഒരാൾ ഈ കോഴ്സ് ദൈർഘ്യം പൂർത്തീകരിച്ചെങ്കിൽ മാത്രമേ ടെസ്റ്റിന് ഹാജരാവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിടാൻ പോകുന്നത് ഡ്രൈവിംഗ് സ്കൂളുകാരാണ്. കാരണം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കേണ്ടത് ഇവരുടെ ബാധ്യതയാണ്. ലൈറ്റ് മോട്ടോർ വാഹനം പരിശീലിപ്പിക്കുന്ന ഒരു കേന്ദ്രത്തിന് മിനിമം 1 ഏക്കർ സ്ഥലം ഉണ്ടായിരിക്കണം. കേരളം പോലൊരു സംസ്ഥാനത്ത് വാഹനം കയറാൻ സൗകര്യമുള്ള 1 ഏക്കർ സ്ഥലമെന്നുള്ളത് ചില്ലറ കാര്യമല്ല. അത്തരത്തിലുള്ള ഒരു സ്ഥലം സ്വന്തമാക്കണമെങ്കിൽ ലക്ഷങ്ങളല്ല കോടി തന്നെ വേണ്ടിവരും. ഇനി ഹെവി ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുന്ന കേന്ദ്രമാണെങ്കിൽ അവിടെ 2 ഏക്കർ സ്ഥലം വേണ്ടിവരും. ഇതുകൂടാതെ കെട്ടിടവും മറ്റടിസ്ഥാന സൗകര്യങ്ങളും. ഇവിടെ സംസ്ഥാന സർക്കാർ പറഞ്ഞിരിക്കുന്നത് 50 സെൻറ്റ് സ്ഥലമാണ്. അത് തന്നെ കണ്ടെത്താൻ സ്കൂളുകാർ ബുദ്ധിമുട്ടുകയാണ്. സ്ഥലവും കെട്ടിടവും കണ്ടെത്തി കഴിഞ്ഞാൽ തന്നെ പിന്നെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് ട്രാക്ക് ഒരുക്കേണ്ടതുണ്ട്. ഇതിനും നല്ലൊരു തുക വേണ്ടിവരും. ചുരുക്കം പറഞ്ഞാൽ ചെറുകിട ഡ്രൈവിംഗ് സ്കൂളുകാരെല്ലാം പൂട്ടിപ്പോകേണ്ടതായിട്ട് വരും. ഇതിനോടകം തന്നെ പല വൻകിട ടീമുകളും അക്രഡിറ്റേഷനായി അപേക്ഷ നൽകിയിട്ടുണ്ട്. ഈ മേഖലയിൽ ചില സഹകരണ സംഘങ്ങളും തുടങ്ങാൻ ആലോചനയുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് സെൻറ്റർ ഉടമയ്ക്ക് 5 വർഷത്തെ ഡ്രൈവിംഗ് പരിചയവും ഡിപ്ലോമയും നിർബന്ധമാണ്. ഈ വിഷയത്തിലെ കൂടുതൽ അപ്ഡേറ്റ്സുകൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.